ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ച കേസിൽ പ്രതികളായ 3 പേരെയും റിമാൻഡ് ചെയ്തു. കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ആരോപിച്ചിട്ടുള്ളത്. അരിവളംചാൽ സ്വദേശി മണികണ്ഠനാണ് പരിക്കേറ്റത്. അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു ആക്രമണം. വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ജീപ്പിൽ കയറ്റി കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലുവാനും ശ്രമം നടത്തിയതായാണ് എഫ്ഐആറിൽ പരാമർശം. ഉടുമ്പൻചോലയ്ക്കടുത്ത് മാൻകുത്തിമേട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. അരിവിളാഞ്ചാൽ സ്വദേശിയായ മണികണ്ഠനെ പ്രതികളും ബന്ധുക്കളുമായ കൊച്ചറയിൽ താമസിക്കുന്ന നിതീഷ് കുമാറും ഇയാളുടെ ഭാര്യയുടെ സഹോദരന്മാരായ മഹേഷും അശ്വിനും ചേർന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. മാൻകുത്തിമേട്ടിലാണ് മഹേഷും അശ്വിനും താമസിക്കുന്നത്. ഇവരുടെ സഹോദരി ഭർത്താവാണ് നിതീഷ് കുമാർ. മാൻകുത്തിമേട്ടിലെ റോഡരികിലുള്ള ഷെഡിൽ വെച്ച് നിതീഷ് കുമാർ മണികണ്ഠന്റെ ഇടത് കൈക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മഹേഷും അശ്വിനും വടികൊണ്ട് അടിക്കുകയും ചെയ്തുവെന്ന് മണികണ്ഠൻ മൊഴി നൽകിയിരിക്കുന്നത്. സ്വന്തം ജീപ്പിലാണ് മണികണ്ഠൻ സംഭവ സ്ഥലത്ത് എത്തിയത്. പരിക്കേറ്റ മണികണ്ഠനെ ജീപ്പിന്റെ പിറകിൽ കിടത്തിയ ശേഷം തേവാരമെട്ടിന് സമീപമുള്ള ഇറക്കത്തിൽ വാഹനം ന്യൂട്രാക്കിയ ശേഷം തള്ളിവിട്ടു. മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ വാഹനം കൊക്കയിലേക്ക് വീണില്ല. രാവിലെ ഇതുവഴി വന്ന നാട്ടുകാരാണ് വാഹന അപകടം നടന്നതായി പോലീസിനെ അറിയിച്ചത്. ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ മനസ്സിലായത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മണികണ്ഠന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.